ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ തും കബ് ജാओगे അതിഥി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ശരത് ജോഷിയാണ്. ശരത് ജോഷി का जन्म मध्य प्रदेश के उज्जैन शहर में 21 मई 1931 को हुआ. അതായത് അദ്ദേഹം ജനിച്ചത് ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ് അദ്ദേഹം ജനിച്ചത്. 21 മെയ് 1931 इनका बचपन कई शहरों में बीता है. कुछ समय तक यह सरकारी नौकरी में रहे. फिर इन्होंने लेखन को ही आजीविका के रूप में अपना लिया. അദ്ദേഹം ത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ പല നഗരങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതേസമയം തന്നെ കുറച്ചു നാൾ അദ്ദേഹം ഒരു സർക്കാർ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഫുൾ ടൈം ഒരു റൈറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്നോനെ ആരംഭ में कुछ कहानियों लिखे. ആദ്യം കാലങ്ങളിൽ കുറച്ച് കഥകൾ എഴുതിയിരുന്നു. फिर पूरी तरह व्यंग्य लेखन ही करने लगे. അതിനുശേഷം മുഴുവൻ സമയം അദ്ദേഹം തമാശ രൂപേണ ഉള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങളാണ് എഴുതിയിരുന്നത്. ഇന്നോനെ വ്യംഗ്യ ലേഖ, വ്യംഗ്യ ഉപന്യാസ്, വ്യംഗ്യ कोलम के अतिरिक्त हास्य व्यंग्य रूपण धारावाहिकों को की पटकथाएं और संवाद भी ലിഖേ ഹെ. അദ്ദേഹം കൂടുതലും വ്യംഗ്യലേഖനങ്ങളും വ്യംഗ്യ ഉപന്യാസങ്ങളും വ്യംഗ്യ കോളങ്ങളും അതുകൂടാതെ ആക്ഷേപഹാസ്യ രൂപേണയുള്ള തിരക്കഥകളും സീരിയലുകളുമൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഹിന്ദി വ്യംഗ്യ को प्रतिष्ठा दिलाने वाले प्रमुख व्यंग्यकारों में शरद ജോഷി ബി എക്ക് ഹെ. അതായത് ഹിന്ദിയിലെ വ്യംഗ്യ ഹിന്ദി, അതായത് ആക്ഷേപഹാസ്യങ്ങളായിട്ടുള്ള ഹിന്ദിയിലെ എഴുത്തുകാരിൽ ഒരു പ്രമുഖ സ്ഥാനം ഇദ്ദേഹത്തിനുണ്ട്. അതായത് ഒരു പ്രശസ്ത ആക്ഷേപഹാസ്യ എഴുത്തുകാരൻ എന്ന രീതിയിൽ ശരത് ജോഷി പ്രശസ്തനാണ്. ശരത് ജോഷിക്ക് പ്രമുഖ വ്യംഗ്യ കൃതിയാം ഹെ പരിക്രമ, കിസി ബഹാനെ, ജീപ്പ് पर सवार, इलियो, तिस्लम, रहा किनारे बेटे, दूसरी सतह, प्रतिदिन, दो व्यंग्य നാടക. അതുകൂടാതെ 2 വ്യംഗ്യ നാടകങ്ങളുണ്ട്. अंधे को हाथी और एक था गधा. एक उपन्यास है. അതുകൂടാതെ ഒരു ഉപന്യാസമുണ്ട്. മേ കേവൽ മേ ഉർഫ് കമൽ മുഖ് BA ഉർഫ് കമൽമുഖ് BA. അതായത് ഇതെല്ലാം അദ്ദേഹം എഴുതിയ ഉപന്യാസങ്ങളും നാടകങ്ങളും കൃതികളുടെയും പേരുകളാണ്. ശരത് ജോഷിക്ക് ഭാഷ അത്യന്ത സരൾ ഓർ സഹജ്. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളുമാണ്, അതേസമയം സ്വാഭാവികവുമാണ്. മുഹാവരയും और हास्य परिहास का हल्का स्पर्श देकर इन्होंने अपनी रचनाओं को अधिक रोचक बनाया है. അതായത് ശരത് ജോഷിയുടെ രസകരമായ ഭാഷാശൈലിയാണ് എല്ലായിടത്തും നമുക്ക് കാണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ അത് യാതൊരു മടിയും കൂടാതെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ രസകരമായും തോന്നാം. ധർമ്മ, ആധ്യാത്മ, राजनीति, सामाजिक जीवन, व्यक्तिगत आचरण कुछ भी शरद जोशी की पैनी नज़र से बच नहीं सका है. അതായത് ശരത് ജോഷിയുടെ ആ സൃഷ്ടികളിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതം, രാഷ്ട്രീയം, രാജനീതി, അതേപോലെ സാമൂഹിക ജീവിതം, വ്യക്തിപരമായ പെരുമാറ്റം, ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള കണ്ണുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നോനെ अपनी व्यंग्य रचनाओं में समाज में पाई जाने वाली सभी വിസംഗതിയും को बेबक ചിത്രം കിയാ ഹെ. അദ്ദേഹം തൻ്റെ സൃഷ്ടികളിൽ അല്ലെങ്കിൽ രചനകളിൽ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്നതും മായ എല്ലാ കാര്യങ്ങളും
തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. പാഠക് ഇസ് ചിത്രൺ കാ പഠിക്കർ ചകിത് ബി ഹോത്തെ ഹെ ഓർ ബഹുത് കുച്ച് സോച്നെ കി വിവശ് ബി. അതായത് ഈ ചിത്രീകരണം വായിക്കുമ്പോൾ തന്നെ വായനക്കാരൻ അത്ഭുതപ്പെടുകയും ധാരാളം ചിന്തിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. പ്രസ്തുത पाठ तुम कब जाओगे अदिति में शरद जोशी ने ऐसे व्यक्तियों की खबर ली है जो अपने किसी परिचित या रिश्तेदार के घर बिना कोई पूर्व सूचना दिए चले आते हैं और फिर जाने की नाम ही नहीं लेते, भले ही उनकी टीक रहने मेज़बान पर कितना भी भारी क्यों न पड़े. അതായത് ഈ കഥയിൽ അതായത് താങ്കൾ എപ്പോൾ പോകും അതിഥി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അറിയാൻ പറ്റുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻകൂട്ടി അറിയിക്കാതെ ഏതെങ്കിലും പരിചയക്കാരൻ്റെയോ ബന്ധുക്കളുടെയോ വീട്ടിൽ വന്ന് ആതിഥേയന് എത്ര ബുദ്ധിമുട്ടാണെന്നും പിന്നീട് പോകാതെ അങ്ങനെയുള്ള ആളുകൾ പിന്നീട് ആ വീട്ടിൽ നിന്നും പോകാത്ത ആളുകളെ കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. अच्छा अतिथि कौन होता है? वह जो पहले से अपने आने की सूचना देकर आए और एक दो दिन मेहमानी करके विदा हो जाती है. അതായത് എങ്ങനെയുള്ളവരാണോ ഒരു അതിഥി എന്ന് പറയാൻ നമുക്ക് സാധിക്കാം. അതായത് നമ്മൾക്ക് അദ്ദേഹം വരും എന്നതിന് നമുക്ക് മുൻകൂട്ടി സൂചന തരികയും 1-2 ദിവസവും നമ്മളുടെ വീട്ടിൽ ഒരു അതിഥിയായി കഴിയുകയും അതിനുശേഷം നമ്മളെ വിട്ടു പോവുകയും ചെയ്യുന്നു. ജിസ്കെ ആഗമൻ കെ ബാദ് മേസ്ബാൻ വഹ് സബ് സോച്നെ കെ വിവശ് ഹോ ജാത്ത ഹെ. ഇവർ വീട് വിട്ടു പോയതിന് ശേഷം ആതിഥേയൻ ഇവരെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. ജോ ഇസ് പാഠ്ക്കെ മേസ്ബാൻ നിരന്തർ സോച്തേ രഹെ. ഈ പാഠത്തിലും നമുക്ക് അങ്ങനെ ഒരു ആതിഥേയനെ കാണാൻ പറ്റും. അദ്ദേഹം എന്താണ് ഇവിടെ ചിന്തിക്കുന്നത് എന്നും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. കബ് ജാവോगे അതിഥി, അതായത് വെൻ യു ആർ ഗോയിങ് ബാക്ക് ഡിയർ ഗസ്റ്റ്. ഡിയർ ഗസ്റ്റ് ഇവിടെ ഇല്ല കേട്ടോ. വെൻ യു ആർ ഗോയിങ് ബാക്ക് ഗസ്റ്റ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആജ് തുമാരെ ആഗമൻ കെ ചതുർ ദിവസ് पर यह प्रश्न बार बार मन में घुमड़ रहे हैं. तुम कब जाओगे അതിഥി. ഇന്ന് താങ്കൾ വന്നിട്ട് 4 ദിവസമായി. ഈ 4ാമത്തെ ദിവസം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അലയടിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് പോകുന്നത് അതിഥി? तुम जहाँ बैठे निसंकोच सिगरेट का धुआं फेंक रहे हो उसके ठीक सामने एक कैलेंडर है, देख रहे हो ना. അതായത് താങ്കൾ യാതൊരു സങ്കോചവും കൂടാതെ ഇരുന്ന് സിഗരറ്റിൻ്റെ പുക വലിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ട് മുന്നിലായി ഒരു കലണ്ടറുണ്ട്. താങ്കൾക്കത് കാണാമല്ലോ അല്ലേ? ഇസ്കി താരീഖ് അപ്നി സീമാ മേ നമ്രത സെ ഫഡ്ഫഡാത്തി രഹി ഹെ. അതിൻ്റെ തീയതികൾ വളരെ നമ്രതയോടുകൂടെ അവിടെ നിന്നും കാറ്റിൽ അലയടിക്കുന്നതായി നമുക്ക് കാണാം. വിഗത് 2 ദിനോം സെ മേ തുമേം ദേക്കർ താരീഖേം ബദൽ രഹി ഹും. 2 ദിവസമായി താങ്കളെ നോക്കിക്കൊണ്ട് ഞാൻ അതിൻ്റെ കലണ്ടറിലുള്ള ദിവസങ്ങൾ മാറ്റുന്നു. തും ജാൻതേ ഹോ അഗർ തുമേം ഹിസാബ് ലഗാന ആത്തെ ഹെ കി യഹ് 14 ദിൻ ഹെ. താങ്കൾക്കറിയാമോ, താങ്കൾക്ക് കണക്ക് നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ്. തുമാരെ സദത് ആതിഥ്യ കാ 14 ബാരി ദിൻ. ഇന്നാണ് താങ്കളെ ഞാൻ ഇവിടെ സ്വീകരിച്ചതിൻ്റെ 4ാമത്തെ ദിവസം. പർ തുമാര ജാനാക്കി കോയി സംഭാവന പ്രതീത് നഹി ഹോത്ത. പക്ഷേ താങ്കൾ പോകുന്നതിൻ്റെ യാതൊരു ലാഞ്ചനയും എനിക്ക് കിട്ടുന്നില്ല. ലാഖോ മീൽ ലംബി യാത്ര കർനെ കെ ബാദ് വേ ദോനോ ആസ്ട്രോനോട്ട് ബി ഇതനെ സമയ ശാന്ത് പർ നഹി രുക്കെ തെ. അതായത് ഒരുപാട് ലാഖോ മേൽ, അതായത് ലക്ഷക്കണക്കിന് മൈൽ ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഒരു ആസ്ട്രോനോട്ട് പോലും ഇത്ര നേരം ആ ചന്ദ്രനിൽ നിന്നിട്ടുണ്ടാവില്ല. ജിത്തനെ സമയ തുമ്നെ एक छोटी सी യാത്ര കർനെ മേരെ ഘർ ആയേ ഹെ. ഒരു ചെറിയ യാത്ര കഴിഞ്ഞ് താങ്കൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് പോലെ.
तुम अपनी भारी चरण कमलों की छाप मेरी ज़मीन पर अंकित कर चुके. അതായത് താങ്കളുടെ ആ പാദചരണങ്ങൾ എപ്പോഴാണ് എൻ്റെ ഈ ഭൂമിയിൽ പതിച്ചത്. തുമ്നെ ഏക് അന്തരക് നിജി സംബന്ധ് മുझसे സ്ഥാപിത് കർ ലിയ. താങ്കൾ ഞാനുമായി ഒരു ചെറിയ ബന്ധം തന്നെ ഉടലെടുത്തിരിക്കുന്നു. തുമ്നെ മേരി ആർത്തിക് സീമാओं की बेचैनी ചട്ടാൻ ദേഖ് ലി. താങ്കൾ എൻ്റെ സാമ്പത്തികത്തിൻ്റെ അതിരുകൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. തും മേരി കാഫി മിട്ടി ഖോദ് ചുക്കേ ഹോ. താങ്കൾ എൻ്റെ മണ്ണിൻ്റെ ഒരു വലിയ പങ്ക് തന്നെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. താങ്കൾ കാരണം എൻ്റെ മണ്ണ് കുറേ അങ്ങ് കുഴിച്ചെടുത്തിരിക്കുന്നു. അബ് തും ലോട്ട് ജാവോ. ഇപ്പോൾ താങ്കൾ തിരിച്ചു പോകൂ അതിഥി. തുമാരെ ജാനെ കെ ലിയെ യഹ് ഉച്ച സമയം ആർത്തിക് ഹൈ ടൈം ഹെ. താങ്കൾക്ക് തിരിച്ചു പോകാനായി ഈ ഉച്ച സമയം വളരെയധികം നല്ല കറക്റ്റായിട്ടുള്ള ഒരു സമയമാണ്. ക്യോം തുമേ തുമാരി പൃഥ്വി നെഹി പുകാർത്തി. എന്താണ് താങ്കളെ താങ്കളുടെ ഭൂമി വിളിക്കുന്നില്ലേ. ഉസ് ദിൻ ജബ് തും ആയേ ഥേ മേരെ ഹൃദയ കിസി അജ്ഞാത ആശങ്ക സെ ധടക് ഉഠാത്ത. ആ ദിവസം താങ്കൾ വന്ന ആ ദിവസം ഏതോ ഒരു അജ്ഞാതമായ ആശങ്കയിൽ എൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയിരുന്നു. അന്തർ ഈ അന്തർ കാഹി മേര ബട്ടുവ കാം ഗയ. ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പേഴ്സ് തന്നെ ഇരുന്ന് വിറയ്ക്കുന്നതായി എനിക്ക് തോന്നി. ഉസ്കെ ബാവജൂദ് ഏക് സ്നേഹ് ബീഗി മുസ്കുരാഹട്ട് കെ സാത്ത് മേ തുമേ ഗലെ മിലാ ഥാ. എന്നിട്ട് പോലും വളരെ സ്നേഹത്തോടെ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് ഞാൻ താങ്കളെ കെട്ടിപ്പിടിച്ചത് അന്ന്. ഓർ മേരി പത്നി നെ തുമേ സാദർ നമസ്തേ കീ ഥി. അതേപോലെ എൻ്റെ ഭാര്യ വളരെ ബഹുമാനത്തോടെയാണ് താങ്കളോട് നമസ്തേ പറഞ്ഞത്. തുമാരെ സമ്മാൻ മേ ओ अतिथि हमने रात के भोजन को एकाएक उच्च मध्य वर्ग के ഡിന്നർ മേ ബദൽ ദിയ. താങ്കളോടുള്ള ബഹുമാനം നിമിത്തം ഞങ്ങൾ അന്ന് രാത്രിയിലെ ഡിന്നർ ഒരു ഉയർന്ന മധ്യവർഗ ഡിന്നറായി മാറ്റിയിരുന്നു. തുമേ സ്മരണ ഹോഗി കി ദോ സബ്സിയാം ഓർ രായ്തേ കി അൽവ ഹംനെ മീഠ ബി ബനായ ഥാ. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, അന്ന് 2 പച്ചക്കറികളും ഒരു രായ്ത്തയുടെ ഹൽവയും മധുരത്തിനായി ഞങ്ങൾ താങ്കൾക്കായി ഉണ്ടാക്കിയിരുന്നു. ഇസ് സാരെ ഉത്സാഹ് ഓർ ലഗാവ് കാ മൂൽ മേം ഏക് ആശാ ഥാ. ഈ സമർപ്പണത്തിൻ്റെ എല്ലാം ഒരു മൂല കാരണം ഒരേ ഒരു ആശയായിരുന്നു. ആശാ थी कि दूसरे दिन किसी रेल से एक शानदार मेहमान नवासी की छाप अपने हृदय में ले तुम चले जाओगे. അതായത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയുണ്ടായിരുന്നത് താങ്കൾ ഒരു നല്ല ഒരു ആതിഥേയത്വം സ്വീകരിച്ചത് തങ്ങളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഹം തുംസെ രുക്നെ കെ ലിയെ ആഗ്രഹ് കരേങ്കെ മഗർ തും നെഹി മാനോഗി. ഞങ്ങൾ താങ്കളോട് ഇവിടെ തന്നെ നിൽക്കാൻ അഭ്യർത്ഥിക്കുകയും താങ്കൾ അത് അനുസരിക്കാതെ താങ്കൾ പോവുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഏക് അച്ഛേ അതിഥിക്ക് തരഹ് ചെലെ ജായെങ്കെ. ഒരു നല്ല അതിഥിയെ പോലെ താങ്കൾ ഇവിടുന്ന് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പർ ഏസെ നഹി ഹുവ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ദൂസരെ ദിൻ ഭി തും അപ്നി അതിഥി സുലഭ് മുസ്കാൻ ലിയെ ഘർ മേം ഹി ബനെ രഹെ. രണ്ടാമത്തെ ദിവസവും താങ്കൾ അതിഥി എന്ന നിലയിൽ താങ്കൾ സൂക്ഷിച്ചിരുന്ന ആ ചിരി താങ്കളുടെ മുഖത്തുണ്ടായിക്കൊണ്ട് താങ്കൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നു. ഹംനെ അപ്നി പീഡ പീലി. ഞങ്ങൾ ഞങ്ങളുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ വേദനയെല്ലാം ഞങ്ങൾ കടിച്ചമർത്തി. ഓർ പ്രസന്ന ബനെ രഹി. എന്നിട്ട് ഞങ്ങൾ താങ്കളുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചു. സ്വാഗത് സത്കാർ കെ ജിസ് ഉच्च ബിന്ദു പർ ഹം തുമേ ലേ ജാ സക്കേ തെ. സ്വാഗതത്തിൻ്റെയും സത്കാരത്തിൻ്റെയും ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഞങ്ങൾ താങ്കളെ കൊണ്ട് ചെന്നെത്തിച്ചു. വഹാം സെ നീച്ചെ ഉത്തർ ഹംനെ ഫിർ ദോപഹർ കെ ഭോജൻ കോ ലഞ്ച് കി ഗരീമ പ്രദാൻ കി. ഞങ്ങൾ അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ഒരു ലഞ്ചിൻ്റെ മാന്യത നൽകി താങ്കൾക്ക് പ്രദാനം ചെയ്തു. ഓർ രാത്രി കോ തുമേം സിനിമ ദിഖായ. അതുകൂടാതെ രാത്രി ഞങ്ങൾ താങ്കളെ സിനിമയ്ക്ക് കൊണ്ടുപോയി.
हमारे सत्कार का यह आखिरी ചോർ है जिससे आगे हम किसी के लिए नहीं बढ़े. ഇത് ഞങ്ങളുടെ ആദ്യത്തെ മര്യാദയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്. ഇതിലും കൂടുതൽ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. ഇതിനും കൂടുതലായി ആരും ഒന്നും പോവുകയും അരുത്. എല്ലാവർക്കും അവരുടേതായ പ്രൈവസിയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. इसके तुरंत बाद बाबनी विदाई का वह भीगा हुआ क्षण आ जाना चाहिए. അതിനുശേഷം ആ വൈകാരികമായ വിടവാങ്ങലാണ് ഇവിടെ വേണ്ടത്. ജബ് തും വിദാ ഹോത്തെ ഓർ ഹം തുമേ സ്റ്റേഷൻ തക് ചോട് ജാത്തെ. താങ്കൾ ഞങ്ങളോട് വിട പറയുകയും ഞങ്ങൾ താങ്കളെ സ്റ്റേഷനിൽ കൊണ്ട് വിടുകയും അതാണ് ചെയ്യേണ്ടത്. പർ തുമ്നെ ऐसे नहीं किया. പക്ഷേ താങ്കൾ ഇതൊന്നും ചെയ്തില്ല. तीसरे दिन की सुबह तुमने मुझसे कहा मैं धोबी को कपड़ा देना चाहता हूँ. മൂന്നാമത്തെ ദിവസം രാവിലെ താങ്കൾ എന്നോട് പറഞ്ഞു എനിക്ക് അലക്കുകാരന് വസ്ത്രങ്ങൾ കൊടുക്കണം, എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴുക്കായിരിക്കുന്നു. യഹ് അഥാത് അപ്രതീക്ഷിത ഓർ ഇസ്കെ ചോട്ട് മാർമിക് थी. അതായത് ഇത് വളരെ അപ്രതീക്ഷിതവും ഒരുപാട് ആഘാതം തരുന്നതും വളരെ വേദനാജനകവുമായിരുന്നു. തുമാരെ സാമീപ്യക്ക് വേല ഏകായേക് യോം റബ്ബർ കി തരഹ് ഖീഞ്ച് ജായേഗി. അതായത് താങ്കൾ ഞങ്ങളോടുള്ള സാമീപ്യം, താങ്കളുമായുള്ള ഈ സാമീപ്യം ഞങ്ങൾക്ക് റബ്ബർ പോലെ ഓരോ നിമിഷങ്ങളും വലിഞ്ഞു നീളുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ഇസ്കെ മുझे അനുമാൻ നത്ത. എനിക്കത് ഇങ്ങനെയാകും താങ്കളുടെ സാമീപ്യം എന്ന് ഞാൻ വിചാരിച്ചില്ല. പെഹ്ലി ബാർ മുझे ലഗാ കി അതിഥി സദൈവ് ദേവത നഹി ഹോത്തെ. ആദ്യമായാണ് എനിക്ക് തോന്നലുണ്ടായത് അതിഥികൾ എപ്പോഴും ദേവതകളായിരിക്കില്ല. വഹ് മാനവ് ഓർ തോടെ അംശസെ രാക്ഷസ് ബി ഹോ സക്തെ ഹെ. അവർ പകുതി മനുഷ്യരും കുറച്ചെങ്കിലും രാക്ഷസരുമാണെന്ന് എനിക്ക് ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായി. किसी लॉन्ड्री पर दे देते हैं, जल्दी धुल जाएंगे. मैंने कहा. मन ही मन में एक विश्वास पल रहा था कि तुम्हें जल्दी जाना है. ഏതെങ്കിലും ലോണ്ട്രിയിൽ കൊടുക്കാം എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അലക്കി കിട്ടും. എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഈ വിശ്വാസമായിരുന്നു, താങ്കൾക്ക് ഇവിടുന്ന് വേഗം പോകണം, അതുകൊണ്ടാണ് ലോണ്ട്രിയിൽ കൊടുക്കുന്നത് എന്ന്. കഹാം ഹേ ലോണ്ട്രി. അപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് ലോണ്ട്രി ഉള്ളത്? ചലോ ചലത്തെ ഹേ, വരൂ നമുക്ക് പോകാം. മേനെ കഹാ ഓർ അപ്നി സഹജ് ബനിയാൻ പർ ഔപചാരിക് കുർത്ത ഡാൽനെ ലഗ. നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്ന കാഷ്വൽ ബനിയൻ്റെ മുകളിലേക്ക് ഫോർമലായിട്ടുള്ള കുർത്ത എടുത്തിട്ടു. കഹാം ജാ രഹേ ഹോ, പത്നിനെ പൂച്ച. അപ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെയാണ് പോകുന്നത്? എനിക്ക് കപ്ഡി ലോണ്ട്രി പർ ദേനെ ഹേ മേനെ കഹാ. ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ലോണ്ട്രിയിൽ കൊടുക്കാനാണ് പോകുന്നത്. മേരെ പത്നിക്ക് ആഖേ ഏകായേക് ബഡി ബഡി ഹോഗി. എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി. आज से कुछ बरस पूर्व उनकी ऐसी आंखें देख मैंने अपनी अकेलापन की यात्रा समाप्त कर बिस्तर खोल दिया था. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ ഭാര്യയുടെ ഇത്രയും വലിയ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആണ് ഞാൻ ഏകാന്തമായി യാത്ര ചെയ്തിരുന്ന ഞാൻ എൻ്റെ യാത്രയെല്ലാം നിർത്തി എൻ്റെ ബെഡ് നിവർത്തി ഞാൻ ഉറങ്ങാനായി പോയത്. പർ അബ് ജബ് വോ ഹി ബഡി ആങ്ക് ബഡി ഹോത്തി ഹെ. ഇപ്പോൾ വീണ്ടും ആ കണ്ണുകൾ വലുതായിരിക്കുന്നു. തോ മൻ ചോട്ടാ ഹോന ലഗ്താ ഹെ. അപ്പോൾ എനിക്ക് സങ്കടം ഒരുപാട് തോന്നുന്നു. വേ ഇസ് ആശങ്ക ഓർ ബൈ സെ ബഡി ഹുയി തി കി അതിഥി അധിക് ദിനോം ടെഹരേക. അതിഥി വളരെ കാലം ഇവിടെ തങ്ങുമോ എന്ന ഭയം കാരണമാണ് ആ കണ്ണുകൾ വലുതായത്. ഓർ ആശങ്ക നിർമൂൽ നഹി ഥി. അതിഥി തും ജാ നഹി രഹേ. അതായത് ആ ആശങ്ക അല്ലെങ്കിൽ ആ ഭയം അടിസ്ഥാനരഹിതമായിരുന്നില്ല. അതിഥി, താങ്കൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? ലോണ്ട്രി പർ ദിയേ കപ്പടെ ധുലാക്കർ ആകെ ഓ തും യഹി ഹോ. ലോണ്ട്രിയിൽ കൊടുത്തിരുന്ന വസ്ത്രങ്ങൾ അലക്കി തിരികെ കൊണ്ടുവന്നു, എന്നിട്ടും താങ്കൾ ഇവിടെ തന്നെ ഉണ്ട്. തുമാരെ ബാർക്കം ശരീർ സെ സെൽവട്ടേം പടി ചാദർ ബദലി ജാ ചുക്കി. താങ്കളുടെ
ആ കനമുള്ള അല്ലെങ്കിൽ വെയിറ്റുള്ള ശരീരം കിടന്നിരുന്ന ആ ബെഡ്ഷീറ്റ് എല്ലാം തന്നെ മാറി പുതിയത് വിരിച്ചിരിക്കുന്നു. എന്നിട്ടും താങ്കൾ ഇവിടെ തന്നെയുണ്ട്. തുമേൻ ദേക്കർ ഫട്ഫടാനെ വാലെ മുസ്കുരാഹട്ട് ധീരെ ധീരെ ഫീക്കെ അബ് ലുപ്ത് ഹോ ഗയി. താങ്കളെ കാണുമ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചിരുന്ന പുഞ്ചിരി തൂക്കിയിരുന്ന ആ ചിരികളെല്ലാം തന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങിയിരുന്നു. टहकों के रंगीन गुब्बारे जो कल तक इस कमरे के आकाश में उड़ते थे अब दिखाई नहीं पड़ते. ചിരിയുടെ വർണ്ണാഭമായ ആ ബലൂണുകൾ ഈ മുറിയുടെ എല്ലാ ആകാശത്തും കൂടി നമുക്ക് പറക്കുന്നതായി കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. बातचीत की उछली हुई गेंद चर्चा के क्षेत्र के सभी कोनों से टपके खाकर फिर സ്റ്റെയർ മേം ആക്കർ ചുപ്പ് പടി ഹെ. അതായത് സംസാരത്തിൻ്റെ ആ ഒരു പന്ത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് എല്ലാ കോണുകളിലും പോയി അവസാനം ഈ സ്റ്റെയറിൻ്റെ ഈ നടുക്ക് വന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അബ് ഇസ്നെ തും ഹിൽ രഹേ ഹോ നമ്മെ. ഇതിൽ നിങ്ങളും കുലുങ്ങുന്നില്ല ഞാനും കുലുങ്ങുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളും ഒന്നും സംസാരിക്കുന്നില്ല ഞാനും സംസാരിക്കുന്നില്ല. കൽ സേ മേം ഉപന്യാസ് പഠ് രഹാ ഹൂം. ഞാൻ ഇന്നലെ മുതൽ ഉപന്യാസം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർ തും ഫിൽമി പത്രികാവും കെ പന്നെ പലട്ട് രഹേ ഹോ. അതുപോലെ താങ്കളാണെങ്കിലോ സിനിമ ലേഖനങ്ങളുടെ പുസ്തകങ്ങൾ മറിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ശബ്ദോം കാ ലേന ദേന മിട്ട് ഗയ. വാക്കുകളൊന്നും പറയുന്നില്ല, സംസാരമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഓർ ചർച്ചാക്കെ വിഷയ ചുകെ. അതേപോലെ ചർച്ച ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും തന്നെ തീർന്നുപോയി. പരിവാർ, ബച്ചെ, നോക്കറി, ഫിൽമി, രാജ്നീതി, റിശ്तेदारी, तबादले, पुराने दोस्त, परिवार नियोजन, महंगाई, साहित्य और यहाँ तक कि आँख मार मार कर हमने पुराने प्रेमिकाओं का भी जिक्र कर लिया और अब एक ചുപ്പി ഹെ. അതായത് പരിവാർ കുടുംബം, ബച്ചെ കുട്ടികൾ, നോക്കറി ജോലി, ഫിലിം സിനിമ, രാജ്നീതി രാഷ്ട്രീയം, റിശ്तेदारी ബന്ധുക്കൾ, തബാദലെ സ്ഥലം മാറ്റം, പുരാനെ ദോസ് പഴയ സുഹൃത്തുക്കൾ, പരിവാർ യോജന കുടുംബാസൂത്രണം, മെഹങ്കായി വസ്തുക്കളുടെ പണപ്പെരുപ്പം, സാഹിത്യം ഇതെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതുകൂടാതെ കണ്ണുകൾ ഇറക്കിക്കൊണ്ട് നമ്മളുടെ പഴയ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് വരെ നമ്മളിവിടെ സംസാരിച്ചു. ഇപ്പോൾ ഒന്നും തന്നെ സംസാരിക്കാനില്ല. ആകെ ഒരു വിരസത തോന്നുകയാണ്. സൗഹാർദ്ദ അപ്പ് ഷോൺ ബോരിയത്ത് മേം രൂപാന്തരിത് ഹോ രഹേ ഹെ. അതായത് ഇപ്പോൾ സൗഹാർദ്ദം ശോഷിച്ച് വിരസതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഭാവനായെ ഗാലിയോം കാ സ്വരൂപ് ഗ്രഹൺ കർ രഹേ ഹെ. എൻ്റെ ഭാവനയിൽ ഞാൻ നിന്നെ നന്നായി വഴക്ക് പറയുന്നതായി എനിക്ക് തോന്നുന്നു. നീ എന്തിനാണ് ഇത്രയും ദിവസം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ നന്നായി വഴക്ക് പറയുന്നതായി എനിക്ക് തോന്നുന്നു. പർ തും ജാ നഹീ രഹേ ഹോ. പക്ഷേ താങ്കൾ ഇവിടെ നിന്നും പോകുന്നില്ല. കിസ് അദൃശ്യ ഗോൻ സെ തുമാരെ വ്യക്തിത്വ യഹീ ചിപക് ഗയേ ഹെ. എന്താണ് ഏതെങ്കിലും അദൃശ്യമായ പശ കൊണ്ട് താങ്കളുടെ വ്യക്തിത്വം ഇവിടെ തന്നെ ഒട്ടിപ്പോയോ? മേ ഇസ് ഭേദ് കോ സപരിവാർ നഹീ സമജ് പാ രഹാ ഹൂംഗാ. ഈ ഒരു കാര്യം എനിക്കും എൻ്റെ കുടുംബത്തിനും മനസ്സിലാകുന്നേയില്ല. ബാർ യഹ് പ്രശ്ന ഉഠ് രഹേ ഹേ തും കബ് ജാओगी അതിഥി. എൻ്റെ മനസ്സിൽ വീണ്ടും ഇതേ ഒരു ചോദ്യം തന്നെ വരികയാണ്. താങ്കൾ എപ്പോഴാണ് തിരികെ പോകുന്നത് അതിഥി? കൽ പത്നിനെ ധീരെ സെ പൂछा था കബ് തക് ടിക്കേങ്കയെ. ഇന്നലെയാണെങ്കിൽ ഭാര്യ എന്നോട് പതുക്കെ ചോദിച്ചു, എത്ര നാൾ ഉണ്ടാവും ഇദ്ദേഹം? മേനെ കന്ദേ ഉച്കാ ദിയ ക്യാ കഹ സക്താ ഹൂം. ഞാൻ എൻ്റെ തോളുകൾ പൊക്കി കാണിച്ചു. എനിക്കറിയില്ല എന്ന മട്ടിൽ എൻ്റെ തോളുകൾ ഞാൻ പൊക്കി കാണിക്കുകയാണ് ഉണ്ടായത്. മേ തോ ആജ് ഖിച്ചടി ബനാ രഹി ഹൂം ഹൽക്കി രഹേഗി. ഞാൻ ഇന്ന് കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്, വളരെ ലൈറ്റായിരിക്കും. ബനാവോ ഉണ്ടാക്കൂ. സത്കാർ കി ഊഷ്മ സമാപ്ത ഹോ രഹി ഹെ. സത്കാരത്തിൻ്റെ ആ ഊഷ്മളത ഇവിടെ തീരുകയാണ്. ഡിന്നർ സേ ചലേ തെ. ഡിന്നർ വരെ ഉണ്ടാവും. കിച്ചടി പർ ആ ഗയെ. അങ്ങനെ ഡിന്നർ തുടങ്ങി ഇതാ കിച്ചടിയിൽ വന്ന് നിൽക്കുകയാണ്. അബ് ഭീം അഗർ തും अपने बिस्तर को गोलाकार रूप नहीं प्रदान करते तो हम उपवास तक
ജാനാ ഹോഗ. അതായത് താങ്കൾ താങ്കളുടെ ബെഡെല്ലാം മടക്കി അത് പാക്ക് ചെയ്യാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപവാസത്തിലേക്ക് പോകേണ്ടതായി വരും. തുമാരെ മേരെ സംബന്ധ് കാ സംക്രമൺ കെ ദോർ സെ ഗുസർ രഹേ ഹോ. താങ്കളുടെയും എൻ്റെയും ഈ ബന്ധം ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തുമാരെ ജാനെ കാ യഹ് ചരം ക്ഷൺ ഹെ. താങ്കൾ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ അവസാന നിമിഷമാക്കി ഇത് മാറ്റൂ. തും ജാവോ ന അതിഥി. താങ്കൾ ഇവിടെ നിന്ന് പോകൂ അതിഥി. തുമേ യഹാം അച്ഛാ ലഗ് രഹേ ഹേ ന. താങ്കൾക്ക് ഇവിടെ നന്നായി തോന്നുന്നുണ്ട്. മേ ജാൻതാ ഹും. എനിക്കതറിയാം. ദൂസരേ കെ യഹാം അച്ഛാ ലഗ്താ ഹെ. മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും നന്നായിട്ട് ഇഷ്ടപ്പെടും. അഗർ ബസ് ചൽത്താ തോ സഭി ലോഗ് ദൂസരേ കെ യഹാം രഹനെ പർ ഏസേ നെഹി ഹോ സക്തെ. പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും തന്നെ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. അപ്നെ ഘർ കാ മഹത്വ കാ ഗീത് ഇസി കാരൺ ഗായേ ഹെ. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വീടിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാട്ടുകൾ എല്ലാവരും പാടുന്നത്, അല്ലെങ്കിൽ കവികൾ പാട്ട് പാടുന്നത്. ഹോം കോ ഇസി കരൺ സ്വീറ്റ് ഹോം കഹ ഗയാ ഹെ. വീടിനെ അതുകൊണ്ടാണ് എല്ലാവരും സ്വീറ്റ് ഹോം എന്ന് പറയുന്നത്. कि लोग दूसरे की होम को സ്വീറ്റ്നെസ് കാട്ടനെ നദോടെ. അതുകൊണ്ടാണ് ആളുകൾ മറ്റുള്ളവരുടെ ഹോമിൻ്റെ സ്വീറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഒരിക്കലും നിൽക്കരുത്. അവർ വന്നു കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകണം. തുമേം യഹാം അച്ഛാ ലഗ് രഹേ ഹെ. താങ്കൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. പർ സോച്ചോ പ്രിയ കി ഷരാഫത്ത് ബി കോയി ചീസ് ഹോത്തി ഹെ. പക്ഷേ ഒന്ന് ആലോചിക്കൂ, മാന്യത എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഓർ ഗേറ്റ് ഔട്ട് ബി ഏക് വാക്യ. അതേപോലെ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നതും ഒരു വാക്യം തന്നെയാണ്. ജോ ബോല ജാ സക്ത ഹൈ. അതും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു വാക്യമാണ്. അപ്നെ ഖരാട്ടോം സെ ഏക് ഓർ രാത് ഗുഞ്ചായ്മാൻ करने के बाद कल जो किरणें तुम्हारे बिस्तर पर आओगी वह तुम्हारे यहाँ आगमन के बाद पांचवा सूर्य की പരിചിത് കിരൺ ഹോഗി. അതായത് താങ്കളുടെ കൂർക്കം വലിയിൽ പ്രതിധ്വനിച്ചുകൊണ്ട് ഒരു രാത്രി കൂടി കടന്നുപോയി. അങ്ങനെ പിറ്റേന്ന് കാലത്തെ ആവുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ താങ്കളുടെ ബെഡുകളിൽ പതിക്കുമ്പോൾ താങ്കൾ ഇവിടെ വന്നിട്ട് 5ാമത്തെ ദിവസം തികയുകയാണ്. താങ്കൾക്ക് ആ കിരണങ്ങളെ പരിചയമുണ്ടാകും. ആശാ ഹേ വഹ तुम्हें चूमेगे और तुम घर लौटने की സമ്മാനപൂർണ്ണ നിർണയം लेंगे. ആ കിരണങ്ങൾ താങ്കളെ ചുംബിക്കുകയും താങ്കൾ ഇവിടെ നിന്ന് തിരിച്ച് താങ്കളുടെ വീട്ടിലേക്ക് പോകാം എന്ന ആ ഒരു നിർണയത്തിലെത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേരി സഹനശീലത കി വഹ് അന്തിം സുബഹ ഹോഗി. എൻ്റെ ക്ഷമയുടെ അവസാന ദിനമായിരിക്കുമെന്ന്. ഉസ്കെ ബാദ് മേ സ്റ്റാൻഡ് നെഹി കർ സക്കൂങ്ക ഓർ ലഡ്ഖടാ ജാവുങ്ക. അതിനുശേഷം എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഞാൻ ചിലപ്പോൾ പതറിപ്പോവും. മേരെ അതിഥി മേ ജാൻതാ ഹും കി അതിഥി ദേവത ഹെ. എൻ്റെ അതിഥി, എനിക്കറിയാം അതിഥി എന്ന് പറയുന്നത് ദേവതയ്ക്ക് തുല്യമാണ്. പർ ആഖിർ മേ ബി മനുഷ്യ ഹും. പക്ഷേ ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. മേ കോയി തുമാരെ തരഹ് ദേവത നെഹി. ഞാൻ താങ്കളെപ്പോലെ ഒരു ദേവതയല്ല ഒരിക്കലും. ഏക് ദേവത ഓർ ഏക് മനുഷ്യ അധിക് ദേർ സാത്ത് നഹി രഹത്തെ. ഒരു ദേവതയും ഒരു മനുഷ്യനും അധിക നാൾ ഒരുമിച്ച് കഴിയാനാവില്ല. ദേവതാ ദർശൻ ദേക്കർ ലോട്ട് ജാത്തെ ഹെ. ദേവതകൾ ദർശനം തന്നിട്ട് തിരികെ പോകുന്നു. തും ലോട്ട് ജാവോ അതിഥി. താങ്കൾ തിരിച്ചു പോകൂ അതിഥി. ഇസിമേൻ തുമാര ദേവത്വ സുരക്ഷിത് രഹിക. ആ ഒരു കാര്യം കൊണ്ടാണ് താങ്കൾ തിരിച്ചു പോയാൽ മാത്രമേ താങ്കളുടെ ദിവ്യത്വം സുരക്ഷിതമായിരിക്കുകയുള്ളൂ. യഹ് മനുഷ്യ അപ്നെ വാലെ പർ ഉത്തർ ഉസ്കെ പൂർവ്വ തും ലോട്ട് ജാവോ. മനുഷ്യൻ തൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിക്കുന്നതിന് മുന്നേ താങ്കൾ തിരിച്ചു പോകണം അതിഥി എന്നാണ് ഇവിടെ പറയുന്നത്. ഉഫ് തും കബ് ജാവോഗി അതിഥി. വീണ്ടും ഇവിടെ നമ്മുടെ കഥാകൃത്ത് ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴാണ് തിരികെ പോകുന്നത് എന്ന് അതിഥിയോട് തന്നെ മനസ്സിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കിവിടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.